എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു വരാം. കൂടുതലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പലരുടെയും ജീവിതത്തിലുള്ളത്. ഒരുപക്ഷെ പെട്ടെന്നുണ്ടാകുന്ന കടഭാരത്താൽ ബുദ്ധിമുട്ടിലാകുന്നവരുണ്ട്. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്നിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെയൊക്കെ വരുമ്പോൾ പല മനുഷ്യരും നമ്മുടെ അയൽവാസികളെ സമീപിക്കാറുണ്ട്, ബന്ധുക്കളെ സമീപിക്കാറുണ്ട്. കുറച്ച് ക്യാഷൊക്കെ അവർ ചോദിക്കും. എന്നാൽ ചില ആളുകൾ ഉണ്ടെങ്കിലും കൊടുക്കുകയില്ല. എന്നാൽ ചില വ്യക്തികൾ എന്ത് ചെയ്യും, അവരുടെ ആ ഒരു അവസ്ഥയിൽ സഹായിക്കും. എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളൊരു സഹായവുമായിട്ട് നമ്മുടെ ബന്ധുക്കളുടെ അടുക്കലാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ അവർ സഹായിക്കാം. ഒരു പക്ഷേ എഡ്യൂക്കേഷനിലായിരിക്കാം, ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ചിലപ്പോൾ ഒരു മാരേജിനായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ആ സഹായം നൽകിയതിന് ശേഷം ഒരുപക്ഷെ ഈ വ്യക്തി വിദ്യാഭ്യാസം ചെയ്തു, കഠിനമായി അധ്വാനിച്ചു, വളരെ ഉയർന്ന നിലയിലേക്കാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് അത് വിജയത്തിലേക്ക് എത്തുമ്പോൾ സഹായം തന്ന വ്യക്തി പറയും, ഞാൻ അന്ന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇയാൾ അല്ലെങ്കിൽ ഈ വ്യക്തി ഇത്രത്തോളം ഉയർച്ചയിലേക്ക് എത്തിയത്. എൻ്റെ കാശ് കൊണ്ടാണ് ഈ വ്യക്തി നന്നായത്. ഞാനില്ലാതിരുന്നുവെങ്കിൽ ഈ വ്യക്തി ഇന്ന് ഒന്നും ആവുകയില്ലായിരുന്നു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറച്ചിൽ ഒരുപക്ഷെ സഹായം ലഭിച്ച വ്യക്തിയുടെ മരണം വരെയും ഈ വ്യക്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അയൽവാസികളാണെങ്കിൽ ഒരുപക്ഷെ ഇവർ മറന്നുപോകാം, സഹായം ചെയ്തിട്ട് ഒരുപക്ഷെ മറന്നുപോകാം, താൻ സഹായിച്ചതായിട്ട് അങ്ങനെ പറയില്ല. എന്നാൽ ബന്ധുക്കൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ കടഭാരം നമുക്ക് വരാതിരിക്കട്ടെ. ഒരുപക്ഷെ ബുദ്ധിയോടുകൂടിയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ കടങ്ങളൊക്കെ വരാതിരിക്കാം. എന്നാലും ചിലപ്പോൾ ബിസിനസ് തകർന്നും പെട്ടെന്നുള്ള ഏതെങ്കിലുമൊക്കെ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ കടഭാരമുണ്ടാകാം. നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, നമ്മുടെ അവസ്ഥകൾ ദൈവത്തോട് പറയുക. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കുവാനുള്ള വ്യക്തികളോട് ഇടപെടും. വ്യക്തികളോട് ഇടപെട്ടിട്ട് അവർ തന്നെ നമ്മോട് വന്ന് പറയും, ഞാൻ നിങ്ങളുടെ അവസ്ഥ എനിക്ക് കണ്ടു, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് നമ്മെ സഹായിക്കാൻ വേണ്ടി കടന്നു വരുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നല്ല മനസ്സോടുകൂടി സഹായിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാ മഹത്വവും പുകഴ്ചയും എല്ലാം ദൈവത്തിന് പോകും. കാരണം ദൈവം ആരോടും പറയില്ല, ഞാൻ അവനെ ഉയർത്തി അവളെ ഉയർത്തിയെന്ന്. യഥാർത്ഥത്തിൽ ഉയർത്തിയത് ദൈവമാണ്. എന്നാൽ ഈ സഹായം ലഭിച്ച വ്യക്തി പറയും, എൻ്റെ ദൈവം എന്നെ ഉയർത്തി. ഈ ഒരു പുകഴ്ച ദൈവത്തിന് മാത്രം പോകേണ്ടതാണ്. വ്യക്തികൾക്ക് നാം പൂർണ്ണ മഹത്വം കൊടുക്കുമെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം